പല്ലുകൾക്ക് ക്ലിപ്പ് ചെയ്യാൻ 5 കാര്യങ്ങൾ ഓക്കെ ആയിരിക്കണം. നമുക്ക് പരിശോധിക്കാം ഏതെല്ലാമാണ് ആ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളാണ് ഒരാൾ ക്ലിപ്പ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നമുക്കെല്ലാം അറിയാം, നമുക്ക് ചെലവ് കുറഞ്ഞു കിട്ടണം എന്ന് താല്പര്യമില്ലാത്ത ഒരാളുമില്ല. ചെലവ് കുറഞ്ഞു കിട്ടണം. അപ്പോൾ ഈ ചെലവ് കുറഞ്ഞു കിട്ടണം എന്നുള്ള താല്പര്യം കുറഞ്ഞ ചെലവിൽ നമുക്ക് കിട്ടണം. ഇപ്പോ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെന്ന് വിചാരിക്കട്ടെ. നമുക്ക് ഉച്ച സമയം വന്നു, നമുക്ക് ലഞ്ച് കഴിക്കണമെന്നുണ്ട്. ഈ ലഞ്ച് കഴിക്കണമെന്ന് ഉള്ള നമുക്ക് ലഞ്ച് കഴിക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ്. കാരണം വിശപ്പടങ്ങണമെങ്കിൽ ലഞ്ച് കഴിക്കണം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു നോർമൽ ഹോട്ടലാണോ, അതോ ഒരു സ്പെഷ്യൽ ഹോട്ടലാണോ, അതോ ഒരു സ്റ്റാർ ഹോട്ടൽ, ഹൈ സ്പെഷ്യലിസ്റ്റ് ഹോട്ടലാണോ? ഈ ഹൈ സ്പെഷ്യൽ ഹോട്ടലാണോ? ഇത് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഫാക്ടറാണ്, മറ്റൊന്നുമല്ല. പണത്തിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ഈ പണത്തിൻ്റെ ഫാക്ടർ ആണെങ്കിൽ, അപ്പോൾ ഇത് നമുക്ക് നോർമലായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു സാധാ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു. അതേപോലെ തന്നെ ഒരു നോർമൽ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ നമ്മളത് ബെക്സ് ക്ലിപ്പ് ചെയ്യുന്നു. അതല്ല, നമുക്ക് അല്പം സ്പെഷ്യലായിട്ട് കെയർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സ്ട്രൈറ്റ് വയർ ക്ലിപ്പ് ചെയ്യുന്നു. ഇനി അല്ല, നമുക്ക് അൾട്രാ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യണമെങ്കിൽ വി ഹാവിങ് 2 ചോയ്സസ്. ഒന്ന് അലൈനേഴ്സ് ചെയ്യാം, അതല്ലെങ്കിൽ IP ഓർത്തോ ചെയ്യാം. ഇൻഡിവിജ്വൽ ഓർത്തോ, സ്പെഷ്യലൈസ്ഡ് ഓർത്തോ, അല്ലെങ്കിൽ സെറാമിക് ഓർത്തോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് ദ ഫസ്റ്റ് ഫാക്ടർ. അടുത്തത് സെക്കൻഡ് ഫാക്ടറാണ്. എത്ര പെട്ടെന്ന് നമുക്കൊരു കാര്യം നടക്കുന്നോ അത്ര അധികം നമ്മൾ ഹാപ്പി ആയിരിക്കും. കാരണം ഇന്ന് ആളുകളെല്ലാം ബിസിയാണ്. അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് റിസൾട്ട് കിട്ടണം. അതിനെന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യുമെന്നെങ്കിൽ നമുക്കത് ഏത് അപ്ലയൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ഇവിടെ നമ്മളെ ബെഗ് എന്ന് പറയുന്ന അപ്ലയൻസ് ഹീറോ ആണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും, കുറഞ്ഞ ചെലവേ ഉള്ളൂ. ഞാൻ ഇത് കണക്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും 15-16 വയസ്സ് വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ 10th കഴിയാൻ. പക്ഷെ ഒരു സ്ഥാപനം നമുക്ക് 10 വയസ്സിൽ 10th പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എടുക്കില്ലേ? എന്തുകൊണ്ട്? കാരണം സമയം നമുക്ക് അവിടെ 2 വർഷം 5 വർഷം നമുക്ക് അവിടെ ലാഭിക്കാൻ കഴിയാണ്. നമ്മൾ 15 വയസ്സിൽ നടക്കുന്ന ഒരു കാര്യം നമുക്ക് 10 വയസ്സിൽ നടക്കുമ്പോൾ വി ആർ സേവിങ് 5 years. നമ്മൾ അതിനെന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ബെക്സ് അപ്ലയൻസ് ഇന്നും എഫക്റ്റീവാണ്. പക്ഷേ സയൻസിന്റെ അഡ്വാൻസ്മെന്റിൽ ഈ ബെക്സ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് പരമാർത്ഥം. സാധാരണക്കാരന് ഈസിയസ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ പല്ലിന് ക്ലിപ്പിടാവുന്ന ഒരു കാര്യമാണ് ബെഗ് അപ്ലയൻസ്. ഇനി അടുത്ത ഫാക്ടർ എന്താണ് നമുക്ക് നോക്കാം. നമുക്കറിയാം, സൊസൈറ്റി എന്ന് പറയുന്നത് 2 ടൈപ്പ് ക്ലാസ് ആണ് കൂടുതലുള്ളത്. ക്ലിപ്പ് വരുന്ന ആളുകൾക്ക് ഒന്ന് കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കാം, തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കായിരിക്കാം. ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം ഒഴിവ് സമയമാണ്. ആർക്കും എന്തില്ല? ഒഴിവ് സമയമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞായറാഴ്ച ദിവസം ക്ലിപ്പിടാനുള്ള ഒരു സൗകര്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഴിവ് സമയം, അതല്ലെങ്കിൽ ഓഫീസിലല്ലാത്ത സമയം നിങ്ങൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താം. ഇത് കാലഘട്ടത്തിന്റെ ഒരു പരിണാമമാണ്. മുമ്പ് കുട്ടികളാവട്ടെ വലിയവളാവട്ടെ നമ്മളെല്ലാം അഗ്രികൾച്ചറൽ ഏജിലായിരുന്നു, കൃഷിയായിരുന്നു മുഖ്യം. വിദ്യാഭ്യാസത്തിനകത്ത് കാര്യമായ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ
മോഡേൺ ലൈഫിൽ എന്തായി? കൂടുതൽ ആളുകൾ എംപ്ലോയീസ് ആയി, ജോലിക്കാരായി. അപ്പോ ഒരു പണിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബിസിനസ്സും ഇല്ലാത്ത ഒരാളെയും നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയില്ല. അതാണ് മോഡേൺ ലൈഫിന്റെ പ്രത്യേകത. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയം എന്നുള്ളതാണ് ഒരു ചോയ്സ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ളത്. ഇനി നാലാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാനുള്ള സുഖം. മനുഷ്യന് സുഖം അനുഭവിക്കാൻ താല്പര്യം കൂടുതലാണ്. ഹാപ്പിനെസ് നൽകുന്ന സംഭവമാണ് കംഫേർട്ട് അല്ലെങ്കിൽ സുഖം. ഈ കംഫർട്ട്നെസ് ഏത് അപ്ലയൻസിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്? നിങ്ങൾക്കറിയാം, ക്യാഷ് കൂടുതലുള്ള അപ്ലയൻസിന് കൂടുതൽ കംഫർട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ കൺസെപ്റ്റ്. പക്ഷേ ബെഗ്സിന് സംബന്ധമായി അതല്ല. മോഡേൺ ബെഗ് അപ്ലയൻസ് കംഫർട്ടാണ് എന്ന് മാത്രമല്ല, അത് മറ്റു പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പൊ ഈ കംഫർട്ട്നെസ്, സുഖം എന്ന് പറയുന്നതിനകത്തുനിന്ന് ഒരു വ്യവസായം തന്നെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സുഖവാസ കേന്ദ്രം, സുഖചികിത്സ, എല്ലാം ഹെൽത്തിനോട് ബന്ധപ്പെടുമ്പോൾ സുഖചികിത്സ, വ്യവസായത്തിനോട് ബന്ധപ്പെടുമ്പോൾ സുഖവാസ കേന്ദ്രം. റിസോർട്ട് ഇൻഡസ്ട്രി എന്താണ്? റിസോർട്ട് സുഖത്തിനോട് ബന്ധപ്പെട്ടുള്ള വ്യവസായമാണ്. അപ്പോ അടുത്ത കാര്യം എന്താ? അഞ്ചാമത്തെ കാര്യം, ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്ന്, ഇത് വേദന രഹിതമാണോ? ഈസ് ഇറ്റ് പെയിൻ ഫ്രീ? പെയിൻ ഫ്രീ ആണോ? ഈ പെയിൻ എന്ന് പറയുമ്പോൾ അത് ഡെന്റിസ്റ്റുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. പല്ലിന് വേദന തോടുമ്പോഴാണ് പല്ല് ഡോക്ടർമാരെ തിരയുന്നത്. നമ്മളെ നാട്ടിലത്തെ അവസ്ഥയാണ് പറയുന്നത് അല്ലേ, മറ്റു രാജ്യക്കാരുടെ അവസ്ഥയല്ല. പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ കാണുമ്പോൾ വേദന വരുമ്പോഴല്ല ഡോക്ടേഴ്സിനെ തിരയുന്നത്, പല്ല് സംരക്ഷിക്കാനാണ്. അപ്പോ ഈ പെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെന്റിസ്റ്റിനോട് വളരെയധികം ബന്ധമാണ്. അപ്പൊ ഇത് പെയിൻ ഫ്രീ ആണോ? യെസ്, ഇറ്റ് ഈസ് പെയിൻ ഫ്രീ. വേദന വരാനുള്ള ഒരു സാഹചര്യവും ഏത് അപ്ലയൻസിലില്ല? ബെഗിലില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറും കൂടി മനുഷ്യന്റെ മനസ്സിൽ ഇൻബോൺ ആയിട്ട് ഈ വേദനയിൽ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ദന്തശാസ്ത്രത്തിനോട്, ഡെന്റിസ്റ്റിനോട് കൂടുതൽ ബന്ധപ്പെട്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, കുട്ടികൾ ബ്രഷ് ചെയ്യുന്നില്ലെങ്കിൽ അമ്മമാര് പറയും കുട്ടികളോട്, നിങ്ങളെ പല്ല് ഞാൻ ആ പല്ല് ഡോക്ടറെ കൊണ്ടുപോയി ഞാൻ എടുപ്പിക്കും. അതോടുകൂടി ഡെന്റൽ സർജന്മാർ ഒരു ഭീകര ആളുകളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി നമുക്കറിയാം, വഴക്കും തിരക്കും കൂടുമ്പോൾ ലോക്കൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും. ശരിയല്ലേ? ശ്രദ്ധിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പല്ലല്ലാതെ ഒന്നും ഇവന് കൊഴിക്കാനില്ലേ? അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ ഒരു ഇൻബോൺ ക്യാരക്ടർ ഡെന്റൽ ശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഇത് വേദന ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ പെയിൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് ഡെന്റിസ്റ്റിനോട് കൂടുതൽ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ 5 ഫാക്ടർ, ദിസ് 5 ഫാക്ടർ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യുന്ന, ഈ പറയുന്ന 5 ഫാക്ടറും ഉൾക്കൊള്ളിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ ക്ലിനിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സൺഡേ, ഞായറാഴ്ച ദിവസം ചെയ്യുന്ന അപ്ലയൻസ്, ദാറ്റ് ഈസ് ബെഗ് അപ്ലയൻസ്. ഏവർക്കും അത് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. താങ്ക് യു. ആൾ. ഐ ആം ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു ഫ്രണ്ട്സ്.